കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്ത് ഫസ്റ്റ് ചാരിറ്റി ചെയ്ത് ഞങ്ങളിത് തുടങ്ങിയിരിക്കുകയാണ്. തിരുവനന്തപുരത്ത് അതും നമ്മുടെ ബാലരാമപുരം കമ്മിറ്റി യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് TVKയുടെ ആദ്യത്തെ പാർട്ടി പരിപാടി ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. വിജയ് ഫാൻസ് അസോസിയേഷൻ സംഘടനയായ TVKയും തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷനും സംയുക്തമായി ജീവകാരുണ്യ പ്രവർത്തനം സംഘടിപ്പിച്ചു. പ്രശസ്ത നടൻ വിജയുടെ നേതൃത്വത്തിലുള്ള തമിഴക വെട്രി കഴകം സംഘടനയുടെ ബാലരാമപുരം ഘടകവും തണൽ ചാരിറ്റബിൾ ഓർഗനൈസേഷനും സംയുക്തമായി നടത്തിയ ശ്രദ്ധേയമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ബാലരാമപുരം ഐത്തിയൂർ SNDP ഹാൾ വേദിയായി. ബാലരാമപുരം മേഖലയിൽ TVK ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ആദ്യത്തെ ചാരിറ്റി സംരംഭമാണ്. ബാലരാമപുരം ഐത്തിയൂർ SNDP ഹാളിൽ 2025 നവംബർ 30 ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടന്ന ചടങ്ങിൽ ഡോക്ടർ സുശാന്ത് ഭദ്രദീപം കൊളുത്തി പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിജയ് എന്ന് പറയുമ്പോൾ നമുക്കതൊരു വികാരമാണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഉപരിയായിട്ട് TVK എന്ന് പറയുമ്പോൾ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയാലും നമുക്കതൊരു വികാരമായിട്ടാണ് നമ്മുടെ ഉള്ളിൽ, യങ്സ്റ്റേഴ്സിൻ്റെ ഉള്ളിൽ. നമ്മുടെ ഇന്നത്തെ യങ്സ്റ്റേഴ്സാണ് നാളത്തെ തലമുറ. അപ്പോൾ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അതീതമായിട്ട് ഇന്ന് ഇവിടെ ബാക്കിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അതീതമായിട്ട് വാക്കുകൾ കൊണ്ട് വാഗ്ദാനങ്ങൾ നൽകാതെ പ്രവൃത്തിയിലൂടെ അവർ കാണിച്ചു തന്നിരിക്കുകയാണ് എന്താണ് നാടിന് വേണ്ടത്. അല്ലെങ്കിൽ സാധാരണക്കാരുടെ വിഷമങ്ങൾ അറിഞ്ഞ് അവരുടെ കൂടെ നിന്ന് പ്രവർത്തനങ്ങൾ ഇനിയും അവർക്ക് ഉയരങ്ങളിലെത്തട്ടെ. ഇതൊരു തുടക്കം മാത്രമാണ്. രാഷ്ട്രീയ പാർട്ടിയേക്കാൾ ഉപരി വിജയ് എന്നുള്ളൊരു നടനോട് അല്ലെങ്കിൽ ആളോടുള്ള ബഹുമാനവും അത് എന്നും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ ഉണ്ടാവും. അതൊരു തീയായിട്ട് തന്നെ ഉള്ളിൽ ഉണ്ടാവും. TVK ഫാൻസ് അസോസിയേഷൻ രക്ഷാധികാരിയും തണൽ ചാരിറ്റി രക്ഷാധികാരിയുമായ ശ്രീ രാജേഷിന്റെ 50ാം പിറന്നാളിനോടനുബന്ധിച്ചാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. ചടങ്ങിനോടനുബന്ധിച്ച് കാലുകൾക്ക് വൈകല്യമുള്ള വ്യക്തികൾക്ക് സഹായകരമാകുന്ന അത്യാധുനിക ഇലക്ട്രോണിക് വീൽചെയറുകൾ വിതരണം ചെയ്തു. ഒരു യുവാവിന് ചികിത്സാ ചെലവുകൾക്കായി സഹായധനവും കൈമാറി. നിർധനരായ 50 കുടുംബങ്ങൾക്ക് ആവശ്യ വസ്തുക്കൾ അടങ്ങിയ ഭക്ഷ്യക്കിറ്റുകൾ നൽകി. ബാലരാമപുരം SI ശ്രീ ഗബ്രിയേൽ ബിബിൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. താരത്തോടുള്ള നമ്മുടെ എല്ലാ ഒരു അഭിനിവേശം വേറൊരു ട്രാക്കിലേക്ക് പുള്ളി പോയി. പക്ഷേ ആ നടനോടുള്ള അതിയായ അടങ്ങാത്ത ഒരു ആരാധന അല്ലെങ്കിൽ ഒരു ഇഷ്ടം കൂടുതൽ കൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് വീൽ ചെയറും അങ്ങനെ കുറേ നല്ല കാര്യങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ശ്രീ രാജേഷിന്റെ പത്നി ശ്രീമതി ബേബി 50ാം പിറന്നാൾ കേക്ക് മുറിച്ച് ആഘോഷിച്ചു. വിജയ് ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളും സ്നേഹത്തണൽ കൂട്ടായ്മ പ്രസിഡന്റ് ശ്രീ ശശികലയും ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ആഘോഷിച്ച സ്നേഹത്തണൽ രക്ഷാധികാരി ശ്രീ രാജേഷിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വിജയ് ഫാൻസിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ഇവിടെ നടന്ന പരിപാടിയിൽ ഞങ്ങളുടെ രക്ഷാധികാരി രാജേഷ് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ബാലരാമപുരം സ്നേഹത്തണൽ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ് ഞാൻ. എൻ്റെ പേര് ശശികല എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ബാലരാമപുരം സ്നേഹത്തണലിൽ നിരവധി ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ ഒരു ചികിത്സാ സഹായം 104ാമത്തെ ചികിത്സാ സഹായമാണ് ഇന്നിവിടെ വെച്ച് കൊടുക്കുകയുണ്ടായത്. അതുപോയിട്ട് ഞങ്ങളുടെ വൃദ്ധസ്ഥാനങ്ങളിൽ ഫുഡ് കൊടുക്കുന്നുണ്ട്. സിസിലിപുരം പുനർജനി, മുട്ടയ്ക്കാട് കൃപാതീരം, ആഴാകുളം കാരുണ്യ എന്നീ വൃദ്ധസ്ഥാനങ്ങൾ ഞങ്ങൾ വർഷങ്ങൾ കൊണ്ട് ഫുഡുകൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പോയിട്ട് ഇന്ന് ചികിത്സാ സഹായങ്ങളും ഇതിനെല്ലാം ഫണ്ട് തന്ന് സഹായിക്കുന്നത് നമ്മുടെ രക്ഷാധികാരി രാജേഷും സ്നേഹത്തണൽ കുടുംബത്തിലെ അംഗങ്ങളുമാണ്. അവർക്കെല്ലാവർക്കും ഞാൻ ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പൊതുസമൂഹത്തിൽ വലിയ പിന്തുണയും പ്രശംസയും നേടിക്കൊണ്ടാണ് TVK ഫാൻസ് അസോസിയേഷൻ തങ്ങളുടെ ആദ്യ ചാരിറ്റി പ്രവർത്തനത്തിന് തിരശീലയിട്ടത്. ഇത് തന്നെ നമ്മുടെ തിരുവനന്തപുരത്ത് അതും നമ്മുടെ ബാലരാമപുരം കമ്മിറ്റി യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് TVKയുടെ ആദ്യത്തെ പാർട്ടി പരിപാടി ഇവിടെ തുടങ്ങിയിരിക്കുന്നത്. ഇവിടുത്തെ എല്ലാ TVK പ്രവർത്തകർക്കും പിന്നെ ഇന്ന് ഇവിടെ ഒരു 60 പേർക്ക് കുടുംബങ്ങൾക്ക് കിറ്റ് നൽകാൻ കഴിഞ്ഞു. പിന്നെ വീൽ ചെയർ, ചലന പരിമിതിയുള്ളവർക്ക് വീൽ ചെയർ നൽകാൻ കഴിഞ്ഞു. ഇത് ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടും ഒരുപാട് ദിവസത്തെ പരിശ്രമം കൊണ്ട് ഇന്നാണ് അത് ഞങ്ങൾക്ക് നടത്താൻ പറ്റിയത്. ഇത്രയും വർഷം വിജയ് ഫാനായിരുന്നതിന് ഇന്ന് നമുക്ക് TVKയുടെ പേരിൽ നമുക്ക് വിജയ് സാറിന് പേരും പറഞ്ഞ്
ഇത്രയും പാവപ്പെട്ട ജനങ്ങൾക്ക് ഒരു സഹായം ചെയ്യാൻ കഴിഞ്ഞു. അതേപോലെ ഇനിയും ഞങ്ങളുടെ പരിപാടി ഇന്ന് നല്ലോട്ട് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ട്. ഇനിയും ഇതിന്റെ അപ്പുറം ഇനി ഞങ്ങൾ ചെയ്യും. ഇതിന് അടുത്തടുത്ത ഓരോ പരിപാടികളും ഇനി ഉണ്ടാവുന്നതാണ്. 20 വർഷം കൊണ്ട് വിജയ് ഫാൻസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ സിനിമകൾ കാണാനും വിജയ്ക്ക് വേണ്ടി കുറെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അതൊക്കെ കുറെ പരിപാടികളൊക്കെ ചെയ്യാനൊക്കെ കുറെ സഹായങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഒഫീഷ്യലായിട്ട് അണ്ണൻ തമിഴ്നാട് നമ്മൾ ഇത്രയും കാലം ഇഷ്ടപ്പെട്ട നമ്മുടെ സ്വന്തം അണ്ണൻ തമിഴ്നാട്ടിലൊരു പാർട്ടി രൂപീകരിച്ചു. TVK എന്നാണ് ആ പാർട്ടിയുടെ പേര്. അതിന്റെ ഫുള്ളിൽ നിന്നാണ് തമിഴക വെട്ടിക്കഴകം. അത് ആ സൈഡിൽ ഇരിക്കട്ടെ. എന്നാലും ഞങ്ങൾക്ക് ആ അണ്ണൻ തുടങ്ങിയ ഇത്രയും വർഷം അണ്ണനെ ഇഷ്ടപ്പെട്ട് നടന്ന ഞങ്ങൾക്ക് ഇന്ന് അണ്ണൻ തുടങ്ങിയ പാർട്ടിയോട് ഇഷ്ടമാണ്. അതുകൊണ്ട് അത് കേരളത്തിൽ വന്നുകൊണ്ട് കേരളത്തിന്റെ തലസ്ഥാന നഗരമായ തിരുവനന്തപുരം ജില്ലയിൽ ബാലരാമപുരത്ത് ഫസ്റ്റ് ചാരിറ്റി ചെയ്ത് ഞങ്ങളിത് തുടങ്ങിയിരിക്കുകയാണ്. ഇത് കേരളത്തിൽ പാർട്ടി ബേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഞങ്ങൾ പാർട്ടി ബേസ്ഡ് ആയിട്ടാണ് ഞാൻ മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാര്യം അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ജനസേവനമാണ്. ഈ വിജയ് അണ്ണന്റെ പേരിലുള്ള ജനസേവനം കൂടെയാണ് ഞങ്ങൾ ഇത് ടാർഗറ്റ് ചെയ്യുന്നത്. ഇന്ന് കൊടുത്തത് 2 കാലും മുറിഞ്ഞു. ട്രെയിനിൽ നിന്ന് നാഗർകോവിൽ വെച്ച് ബാലരാമപുരത്തുള്ള ഒരു പയ്യനാണ്, 32 വയസ്സുള്ള ഒരു പയ്യനാണ്. നാഗർകോവിൽ വെച്ച് ട്രെയിനിൽ വീണ് ആക്സിഡന്റായി 2 കാലും മുറിഞ്ഞു ഒരു പയ്യനാണ്. ഒന്ന് വീൽ ചെയർ, ഇലക്ട്രോണിക് വീൽ ചെയർ കൊടുത്തത്. പിന്നെ ഒരു 50-65 പേർക്ക് ഭക്ഷ്യ കിറ്റ്, അരി, പച്ചക്കറി സഹായം എല്ലാം ചെയ്തു. ഇനിയും ഇതേപോലത്തെ പരിപാടി ഞങ്ങൾ ചെയ്യും. അതിന് മുന്നിൽ ഞങ്ങൾക്ക് ഇത്ര കേരളത്തിൽ ഇതേപോലെ ഒരു അണ്ണൻ കഴിഞ്ഞ 15-20 വർഷമായിട്ട് ഇതേപോലെ രാജേഷണ്ണൻ ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. ഇന്ന് ചങ്കൂരത്തോടാണ് വന്ന് ഇന്ന് ഞങ്ങൾക്കൊരു പ്രോത്സാഹനം. GTV ന്യൂസ് ബാലരാമ.